അതൊരു കമ്പാരറ്റർ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിരുന്നു. അതായത് ഒരു കമ്പാരറ്ററിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലില് ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുത്തു. ആ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എങ്കിൽ അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നത്. ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് കമ്പാരറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ നോക്കിയാൽ കാണാം റെഫറൻസ് വോൾട്ടേജ്. ഇവിടെ റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. ആ റെഫറൻസ് വോൾട്ടേജിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. അപ്പൊ ആ സമയത്തുള്ളതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അതായിരുന്നു അവിടെ കാണിച്ചിരുന്നത്. ഇവിടെ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറില് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് കൊടുക്കുന്നത് 0 വോൾട്ട് ആയിരിക്കും. റെഫറൻസ് വോൾട്ടേജ് 0 വോൾട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാം പോസിറ്റീവ് അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഞാൻ അവിടെ 0 കൊടുക്കുന്നത്. അപ്പൊ ആ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനേക്കാൾ കൂടുതൽ വാല്യൂ എന്ന് പറയുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഞാൻ പോസിറ്റീവ്. നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ടെർമിനൽ, അവിടെയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? 0 വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പൊ ആ 0 വോൾട്ടേജിനേക്കാൾ കൂടിയ ഒരു വാല്യൂ എവിടെ വന്നു? VIയിൽ വന്നു. അസ്യൂം ചെയ്യുക ഒരു 10 വോൾട്ട്. അത് 10 വോൾട്ട് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അത് 0നേക്കാൾ കൂടുതലാണല്ലോ. അപ്പൊ അത് എവിടെയാ കൊടുക്കുന്നത്? ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ്. സോ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും, ഫേസ് ഡിഫറൻസിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ്. അതായത് 0നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 1, 2, 3 പ്ലസ് വാല്യൂ ആണ്. പ്ലസ് വാല്യൂ ആണ് ഇതാ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് എത്രയാ കിട്ടുന്നത്? നെഗറ്റീവ് ആണ് കിട്ടുന്നത്. നെഗറ്റീവ് സാച്ചുറേഷൻ വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി അസ്യൂം ചെയ്യാം അടുത്ത കണ്ടീഷൻ. ഇവിടെ ഞാൻ 0നേക്കാൾ ചെറിയ വോൾട്ടേജ്, 0നേക്കാൾ ചെറുത് എന്ന് പറയുമ്പോ -5 0നേക്കാൾ ചെറുതാണല്ലോ. അപ്പൊ ഇവിടെ -5, ഇവിടെ 0. അപ്പൊ ഇതിൽ ഏതാ ഹയർ ആയിട്ട് വരുന്നത്? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലില് 0 ആണ് വലുതായിട്ട് വരുന്നത്. അതായത് ഇവിടെ നോക്കുക, ഇതിപ്പോ -5 ആണെന്ന് കരുതുക. ഇപ്പൊ -5 ആണ് ഞാൻ VI ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നോക്കുമ്പോ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നോക്കുമ്പോ -5നേക്കാൾ വലിയ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. സോ 0 വോൾട്ട് ഏതിലാണുള്ളത്? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഉള്ളത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയതുകൊണ്ട് അവിടുത്തെ വോൾട്ടേജ് ആണ് ആംപ്ലിഫൈ ചെയ്ത് വരുന്നത്. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുമ്പോൾ തീരെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഏതാണോ ഹയർ വോൾട്ടേജ്, 2 ടെർമിനൽ ആണുള്ളത്. ഒരു ഇൻവേർട്ടിംഗ് നെഗറ്റീവ്, നോൺ ഇൻവേർട്ടിംഗ് പോസിറ്റീവ്. ഏത് ടെർമിനലിലാണോ ഹയർ വോൾട്ടേജ് ഉള്ളത് അതായിരിക്കും ആ ഒരു, ഇപ്പൊ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണെങ്കിൽ ആ വോൾട്ടേജിനായിരിക്കും ആംപ്ലിഫൈ ചെയ്തു വരുന്നത്. ഇൻ കേസ് ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണെങ്കിൽ ആ ടെർമിനലത്തെ വോൾട്ടേജ് ആയിരിക്കും ആംപ്ലിഫൈ ചെയ്തു വരുന്നത്. ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞത് ഹയർ വോൾട്ടേജ് എവിടെയാണ്? നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ്. സോ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത് കിട്ടും. ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? സീറോ ക്രോസിംഗ് ഡിറ്റക്ടറും കമ്പാരറ്ററും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് IC ടൈമറിന്റെ കാര്യം പറയുമ്പോൾ ഇത് ആവശ്യമാണ്. വീണ്ടും കമ്പാരറ്റർ എങ്ങാനും പറയണമെങ്കിൽ പറയാം. ഈ പിന്നെ കമ്പാരറ്റർ അല്ലാതെ മറ്റേ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ അല്ലേ? ഒരു V+V- കാണിക്കാന്താ? അതായത് നമ്മൾ ഇൻപുട്ടിൽ VI കൊടുക്കുന്നത് എന്താണ്? ഒരു AC വേവ് ആണ്. VM ഉദ്ദേശിക്കുന്നത് മാക്സിമം വാല്യൂ ആണ്.
മാക്സിമം കൊടുക്കുന്ന നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു AC വേവ് ആണെന്ന് കരുതുക. അപ്പൊ അതിന്റെ മാക്സിമം വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ടിൽ കൊടുക്കുന്ന മാക്സിമം സൈക്കിളിന്റെ മാക്സിമം വാല്യൂ. അല്ലാതെ ഒരു വോൾട്ടേജ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? V പ്ലസും V മൈനസും അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഏതാ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ ഇവിടെ ഗ്രാഫിൽ നോക്കുക, ഇൻപുട്ട് ആണ് VI. ആ കൊടുക്കുന്ന ഇൻപുട്ട് സപ്ലൈയുടെ മാക്സിമം വാല്യൂ ആണ് പോസിറ്റീവ് VM. അതിന്റെ നെഗറ്റീവ് മാക്സിമം ആണ് നെഗറ്റീവ് VM. പിന്നെ നമ്മൾ ട്രയാങ്കിൾ അതിന്റെ ആ സിമ്പിൾ ഇല്ല, ആ സിമ്പിളിന്റെ മുകളിൽ കാണിച്ചിരിക്കുന്നത് എന്താ? എവിടെയാ? VSAT ആണോ? സാച്ചുറേഷൻ ആണോ? V പ്ലസും വീനസും നെഗറ്റീവ് വോൾട്ടേജും പോസിറ്റീവ് വോൾട്ടേജ് ഓപ്പാമ്പിനുള്ള പവർ സപ്ലൈ. അതായത് VI ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നോക്കുക, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാറ്. വി നമ്മളെ റെഫറൻസ് അല്ല, പിന്നെ അത് ഇൻപുട്ട് വോൾട്ടേജ് അതല്ല ഞാൻ ചോദിച്ചത്. ആണോ? ആ അതെ അതെ അതെ. അതായത് ഇതെന്ന് പറയുന്നത് IC ആണ്, നമ്മുടെ അടുത്തുണ്ടാവുന്ന IC ആണ്. IC എന്ന് പറയുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൈക്ക് കുറച്ച് ടെർമിനൽ ഇവിടെ ഉണ്ടാവും, 448 ടെർമിനൽ. ഇങ്ങനെയാണ് IC ഉണ്ടാവുക. ഈ IC വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കണല്ലോ. ആ വോൾട്ടേജ് ഇതിന്റെ അകത്തൊരു ഗ്രൗണ്ടും ഉണ്ടാവും, ഒരു VCC ഉണ്ടാവും. അതാണ് ഈ V പ്ലസും -Vയും കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അത് ഈ നമ്മളെ മറ്റേ നേരത്തെ കാണിച്ച ഡയഗ്രത്തിലൊക്കെ ശരിക്കും അങ്ങനത്തെ വേണ്ടതല്ലേ? എന്താ നേരത്തെ ഇപ്പൊ നമ്മൾ കണ്ട പിന്നെ കമ്പാരറ്ററിലൊക്കെ ശരിക്കും അങ്ങനെ ഉണ്ടാവേണ്ടതല്ലേ? എല്ലാത്തിലും ഉണ്ടാവും. അതായത് ഇപ്പൊ ഇതിലുണ്ട്, ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. അത് ടെക്സ്റ്റ് ബുക്കിൽ അവര് മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഞാൻ വേറെ എവിടെയോ ഒരിടത്ത് പിന്നെ ഇങ്ങനെ കമ്പാരറ്ററിന് കണ്ടപ്പോ അതിന് അങ്ങനെ ഒരു പ്ലസ് VCC പിന്നെ ഒരു ഗ്രൗണ്ടോ മൈനസോ അങ്ങനെ എന്തോ കണ്ട്. ഗ്രൗണ്ടും ഉണ്ടാവും. ലൈക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു IC ഇങ്ങനെ ഉണ്ടാവുക കണ്ടോ? അതിൽ കണ്ടോ നിങ്ങൾ +VCC കാണാം. ഒന്നും ഇട്ട് നോക്ക്, ഒന്ന് ഗ്രൗണ്ടും +VCC ആണ് ഉണ്ടാവുക. IC ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന് ആ IC വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് അതാണ് ഉദ്ദേശിക്കുന്നത്. IC വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ആട്ടോ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാല് നമുക്ക് എന്തൊരു ഇലക്ട്രോണിക് കമ്പണന്റ് ആണെങ്കിലും ഇപ്പൊ ഈ IC എന്ന് പറയുന്നത് എന്താ, കുറെ ട്രാൻസിസ്റ്റേഴ്സ് കൂടി ചേർന്നതല്ലേ. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് അറിയാലോ, ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കണം എന്നുള്ളത്. ബയാസ് ചെയ്താൽ മാത്രമല്ലേ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അത് വർക്ക് ചെയ്യുള്ളൂ. ഇത് വർക്ക് ചെയ്യാനുള്ളൊരു വോൾട്ടേജ്, പിന്നെ അതിന്റെ പ്രവർത്തനം എന്തിനെ ബേസ് ചെയ്തിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സപ്ലൈനെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, അടുത്ത സെമ്മിലാന്ന് തോന്നുന്നു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് IC വെച്ചിട്ട് വർക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കാണാം IC നിങ്ങൾ ട്രെയിനർ കിറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഗ്രൗണ്ടും VCC ഒക്കെയും കൊടുക്കും. പിന്നെ ഇൻപുട്ട് ഒക്കെ വേറെ എക്സ്റ്റേണലി വേറെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ V പ്ലസ് ആൻഡ് V മൈനസ് IC വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ആണ്. വേറെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കമ്പാരറ്ററിൽ? കമ്പാരറ്റർ നെക്സ്റ്റ് പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തതാണ്. ഓക്കെ, അടുത്തത് ഇത്രയായിരുന്നു നമ്മളുടെ 4th മൊഡ്യൂൾ ഉള്ളത്. നേരെ 3rd മൊഡ്യൂളിൽ 2 പോർഷൻസ് സ്കിപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്താണ് സ്മിത്ത് ട്രിഗർ ആണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ പോലെ തന്നെയാണ്, പക്ഷേ ഇതിന്റെ അകത്ത് വ്യത്യാസം. നിങ്ങൾ വേവ് ഫോം നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും രണ്ടും ഒരുപോലെയാണല്ലോ, രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണല്ലോ എന്ന് തോന്നും. ലൈക്ക് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ പോലെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താ വെച്ചാല്, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററില് നമ്മൾ ട്രിഗറിങ് പൾസ് കൊടുക്കുന്നതിനനുസരിച്ചായിരുന്നു അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ 2 ട്രാൻസിസ്റ്റർ ആയിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ Q1ലേക്ക് ഒരു ട്രിഗറിങ് പൾസ് കൊടുത്താൽ അത് റീസെറ്റോ സെറ്റോ എന്താ വെച്ചാൽ ചെയ്യും. അതുപോലെ Q2ലേക്ക് നമ്മൾ ട്രിഗറിങ് പൾസ് കൊടുക്കുന്നതിനനുസരിച്ചായിരുന്നു അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് സ്മിത്ത് ട്രിഗറിന്റെ അകത്ത് നമ്മൾ 2 ത്രെഷോൾഡ് ലെവലുകളാണ് പറയുന്നത്. അതിനെ അപ്പർ ട്രിഗർ പോയിന്റ് എന്നും ലോവർ ട്രിഗർ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്.
രണ്ട് വോൾട്ടേജ് ലെവലാണ്. അതായത് സാവധാനം മാറിക്കൊണ്ടിരിക്കുന്ന ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന സാവധാനം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന് അനുസരിച്ചാണ്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഇപ്പൊ എടുക്കാവേ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന രണ്ട്, അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലൈ വോൾട്ടേജിനനുസരിച്ചാണ് എന്ത് മാറുന്നത്, നമ്മളുടെ ഈ ഒരു രണ്ട് ട്രിഗറിംഗ് ലെവല് മാറുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, സോറി. ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിൽ കൊടുക്കുന്ന വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വോൾട്ടേജിനനുസരിച്ചായിരിക്കും നമ്മളുടെ രണ്ട് സ്റ്റേറ്റുകൾ മാറുന്നത്. അതായത് രണ്ട് ത്രെഷോൾഡ് ലെവലുകൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് ഒന്നിക്കല് അപ്പർ ട്രിഗർ ലെവൽ എന്ന് വിളിക്കാം, അപ്പർ ട്രിഗർ പോയിന്റ് എന്ന് വിളിക്കാം, അതുപോലെ ലോവർ ട്രിഗർ ലെവൽ എന്നും വിളിക്കാം, ലോവർ ട്രിഗർ പോയിന്റ് എന്നും വിളിക്കാം. രണ്ടും കോമൺ ആണ്. അപ്പൊ നമ്മൾ UTP അല്ലെ UTL എന്ന് പറഞ്ഞാലും രണ്ടും സെയിം മീനിങ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ നോക്കാം. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്. ആസ് ഇൻ കേസ് ഓഫ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ പോലെ തന്നെയാണ് രണ്ട് ട്രാൻസിസ്റ്റർ, Q1 ഉം Q2. പക്ഷെ അതിന്റെ കേസിൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, അത് നമ്മൾ കപ്പിള് ചെയ്യുന്നുണ്ടായിരുന്നു. ത്രൂ ദ റെസിസ്റ്റർ വഴി കപ്പിള് ചെയ്തിട്ട് ഒരു നെഗറ്റീവ്, രണ്ടിന്റെ എന്താ പറയുക, ബേസുകൾ തമ്മിൽ കണക്ട്, എമിറ്ററുകൾ തമ്മിൽ കപ്പിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ കപ്പിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു റെസിസ്റ്റർ RE വെച്ച് മാത്രമാണ്. ഫിഗറിൽ കാണാം R3 എന്നാണ് കേട്ടോ ഇവിടെ ഉള്ളത്. R3 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ അതിനെ കപ്പിൾ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, R3 എന്ന് പറഞ്ഞ റെസിസ്റ്റർ വഴിയാണ് അതിന്റെ രണ്ടിന്റെയും എമിറ്ററുകൾ തമ്മിൽ കപ്പിൾ ചെയ്ത് വെക്കുന്നത്. നേരത്തെ കേസിൽ നമ്മൾ അത് കപ്പിൾ ചെയ്തിട്ട് രണ്ട് ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് VBB കൊടുക്കുന്നുണ്ടായിരുന്നു ഇൻ കേസ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് രണ്ടും കപ്പിൾ ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റർ R3 വഴിയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു R1, R2 ആൻഡ് R4. ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയിട്ടാണ് ഈ മൂന്ന് റെസിസ്റ്ററും കൂടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗിലേക്ക് പോവാണ്. ഇത് നിങ്ങൾ ചില സർക്യൂട്ടിൽ ഇത് കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് VCC മാർക്ക് ചെയ്യും. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാട്ടോ, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ഒരേ സപ്ലൈ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ ഇൻപുട്ടിൽ ഒരു സപ്ലൈയും കൊടുത്തിട്ടില്ല എന്ന് കരുതാം. ഇൻപുട്ടിൽ നമ്മൾ ഒരു സപ്ലൈയും കൊടുത്തിട്ടില്ല. അതായത് ട്രാൻസിസ്റ്റർ Q1 എന്നോട് എഴുതാം, Q1 ആൻഡ് Q2. Q1ന്റെ ബേസിലേക്കാണ് നമ്മളൊരു സപ്ലൈ അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പൊ പ്രസന്റ് കണ്ടീഷനിൽ ഇൻപുട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ എന്ത് ഓൺ ചെയ്തു? സപ്ലൈ ഓൺ ചെയ്തു. V സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ R1, R2 ആൻഡ് R4 വഴി അവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻപുട്ട് സപ്ലൈ കൊടുത്തിട്ടില്ല, ഞാൻ
ആ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുത്തു, സപ്ലൈ വോൾട്ടേജ് കൊടുത്തു. R1, R2, R4 ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ട്രാൻസിസ്റ്റർ Q2ന്റെ ബേസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു പോയിന്റ് ടാപ്പ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ബേസിലേക്കാണ് മറ്റൊരു ട്രാൻസിസ്റ്ററിന്റെ. നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് കാരണം ട്രാൻസിസ്റ്റർ Q2 സ്വിച്ച് ഓൺ ചെയ്യും, അല്ലെങ്കിൽ സാച്ചുറേഷനിലോട്ട് വരും. സോ ട്രാൻസിസ്റ്റർ Q2 സാച്ചുറേഷനിലാണ്. ട്രാൻസിസ്റ്റർ Q2 സാച്ചുറേഷൻ എന്നതിനർത്ഥം എന്താ? ഇറ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിരിക്കും അപ്പൊ ആ ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യാം, ലൈക്ക് ഇങ്ങനത്തെ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്തു. മുകളിൽ വി സപ്ലൈ കാണാം. നേരെ ഈ ഒരു അതിലൂടെ പോകുന്ന കറണ്ടിന് പോകാനുള്ള പാത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു വഴി കൂടിയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യാം. കാരണം ക്ലോസ്ഡ് സ്വിച്ച് ആണ്. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകുക തന്നെ ചെയ്യും. നമുക്കറിയാം കറണ്ട് ഹയർ പൊട്ടൻഷ്യൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ആണ് ലോവർ പൊട്ടൻഷ്യൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് പോകുന്ന പാത്താണ് കാണിച്ചിരിക്കുന്നത്. സോ കറണ്ട് റെസിസ്റ്റർ R3യിലൂടെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. കറണ്ട് ഒരു റെസിസ്റ്ററിലൂടെ പോകുമ്പോൾ അവിടെ എന്തായാലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യും. സോ R3 അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നോക്കുമ്പോ ആ R3 നമ്മളുടെ Q1ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. Q1ന്റെ എമിറ്ററിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കാരണം എമിറ്ററിലേക്ക് ഒരു വോൾട്ടേജ് വന്നു. സോ ആ ഒരു റീസൺ കാരണം ട്രാൻസിസ്റ്റർ Q1ന്റെ എമിറ്റർ ജംഗ്ഷൻ അവിടെ എന്തായി മാറിയിട്ടുണ്ട്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലേക്ക് പോയി. അപ്പൊ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഇപ്പൊ ആരുള്ളത്? ട്രാൻസിസ്റ്റർ Q1 ഉള്ളത്. Q1 റിവേഴ്സ് ബയാസ് കണ്ടീഷനിലേക്ക് പോയി. അത് കട്ട് ഓഫിലേക്കായിരിക്കും Q1 പോകുന്നത്. ട്രാൻസിസ്റ്റർ Q1 കട്ട് ഓഫിലേക്കായി. സോ അവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വി സപ്ലൈയിലെ VCC ആയിരിക്കും Q1ന്റെ കളക്ടറിൽ കിട്ടുന്ന വോൾട്ടേജ്. Q1ന്റെ കളക്ടറിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് VCC ആണ്. അത് ഡയറക്ട്ലി ത്രൂ ദ R2 വഴി Q2ന്റെ ബേസിലോട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ ഓൾറെഡി Q2 ഫോർവേഡ് ബയാസ് ആണ്. ഇപ്പം കുറച്ചും കൂടി ഒരു വലിയ വോൾട്ടേജ് കിട്ടി, ഒരു കറണ്ടും പോകാൻ തുടങ്ങി. അപ്പൊ Q2 ഫർദർ വീണ്ടും എന്താവാൻ തുടങ്ങും? കുറച്ചും കൂടെ ഹയർ കണ്ടക്ഷനിലോട്ട് പോകും. കാരണം നല്ലൊരു സാച്ചുറേഷനിലോട്ട് പോകും. അപ്പൊ വീണ്ടും അതിന്റെ കണ്ടക്ഷൻ കൂടും. കണ്ടക്ഷൻ കൂടുമ്പോ എന്ത് സംഭവിക്കും? Q2ലൂടെ ഒഴുകുന്ന കറണ്ട് കൂടിയപ്പോ R3യിലൂടെ പോകുന്ന കറണ്ട് കൂടി. ഫർദർ ആയിട്ട് വീണ്ടും എന്ത് കൂടാണ് ചെയ്യുന്നത്? അവിടുത്തെ വോൾട്ടേജ് കൂടി. വോൾട്ടേജ് കൂടുമ്പോ Q1 ഒന്നും കൂടെ നല്ല രീതിയിൽ കട്ട് ഓഫിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് കാരണം Q2 എപ്പോഴും എങ്ങനെയായിരിക്കും? സാച്ചുറേഷനിലും Q1 കട്ട് ഓഫ് സ്റ്റേറ്റിലും ആയിരിക്കും. Q2 കണ്ടക്ഷൻ സ്റ്റേറ്റിലും Q1 കട്ട് ഓഫ് സ്റ്റേറ്റിലും ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫില് നിങ്ങൾക്ക് ഒന്ന് കാണാം. കളക്ടർ വോൾട്ടേജ് VC1. കളക്ടർ വോൾട്ടേജ് VC1 എപ്പോഴും എന്താണ്? ഹയർ വോൾട്ടേജ് ആണ്. കാരണം Q1 കട്ട് ഓഫിലും Q2 നമ്മളുടെ സാച്ചുറേഷനിലാണ്. സോ Q2ന്റെ വോൾട്ടേജ് എപ്പോഴും VC സാച്ചുറേഷനിലായിരിക്കും കിടക്കുക. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു?
ഇതിപ്പോ ഞാൻ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇൻപുട്ട് ഞാൻ കൊടുത്തു. ഒരു AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഞാൻ ഇൻപുട്ടിൽ ഒരു AC സപ്ലൈ കൊടുത്തു. AC സപ്ലൈ കൊടുക്കുമ്പോ നമുക്കറിയാം ഇത് മെല്ലെ 0 ഇങ്ങനെ കൂടി മാക്സിമം പോസിറ്റീവ് എത്തി, പിന്നെ റെഡ്യൂസ് ചെയ്ത് 0 എത്തി, പിന്നെ നെഗറ്റീവിലേക്ക് പോവാണ് ചെയ്യുക. അപ്പൊ ഞാൻ ഇൻപുട്ട് ബേസ് Q1ന്റെ ബേസിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വോൾട്ടേജ് മെല്ലെ മെല്ലെ കൂടി വരും. കൂടി വന്ന് നമ്മൾ ഒരു വോൾട്ടേജ് ലെവൽ എത്തുമ്പോ Q1 ഓൾറെഡി റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഡ്യൂ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് Q1 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാതെ പുറത്തുനിന്ന് ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആര് ഓവർറൈഡ് ചെയ്യും? നമ്മളുടെ ഈ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷന് ഓവർറൈഡ് ചെയ്തു. അങ്ങനെ വരുമ്പോ എന്തായി? നമ്മളുടെ ട്രാൻസിസ്റ്റർ Q1 എന്തിലേക്ക് പോവും? സാച്ചുറേഷനിലോട്ട് പോകും. Q1 സാച്ചുറേഷനിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോ Q1ന്റെ കളക്ടറിൽ കിട്ടുന്ന വോൾട്ടേജ് അത് കുറയാൻ തുടങ്ങും. അതായത് റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് മെല്ലെ മെല്ലെ കൂടി ഒരു ലെവലിലെത്തും. അതിന് നമ്മൾ പറയുന്നത് അപ്പർ ട്രിഗർ ലെവൽ എന്നാണ്. ആ ഒരു വോൾട്ടേജ് എത്തുമ്പോ Q1ന്റെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനേക്കാട്ടിലും ഓവർ ആയിട്ടുള്ള ഒരു ഫോർവേഡ് ബയാസ് കണ്ടീഷനിലെ വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു അപ്പർ ട്രിഗർ ലെവൽ എത്തുമ്പോ. സോ Q1 എന്തായി? സാച്ചുറേഷനിലേക്കായി. Q1 സാച്ചുറേഷനിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കളക്ടറില് Q1ന്റെ കളക്ടറിൽ കിട്ടുന്ന വോൾട്ടേജ് എന്താവും? കുറയാൻ തുടങ്ങും. കാരണം എന്താ? അത് Q1 എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന വോൾട്ടേജ് കുറഞ്ഞു. ആ കുറഞ്ഞ വോൾട്ടേജ് ആണ് ഞാൻ എങ്ങോട്ട് കപ്പിൾ ചെയ്തിരിക്കുന്നത്? നേരെ Q2ന്റെ ബേസിലോട്ട് കപ്പിൾ ചെയ്തിരിക്കുന്നത് ത്രൂ ദ റെസിസ്റ്റർ R2. ഇപ്പൊ വോൾട്ടേജ് കുറഞ്ഞു. നേരത്തെ നന്നായി ഫോർവേഡ് ബയാസിൽ ആയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിലോ ഫോർവേഡ് ബയാസിങ് കുറയും. ഫോർവേഡ് ബയാസിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഇപ്പം ബേസിലാണ് കറണ്ട് കുറഞ്ഞത്. ബേസിൽ കറണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്താവും? എമിറ്ററിന്റെ കറണ്ട് കുറയും. കാരണം ബേസ് ആണ് നമ്മളുടെ എമിറ്ററിലൂടെ പോകുന്ന കറണ്ടിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ബേസിലെ കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു. അപ്പൊ എമിറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടും കുറഞ്ഞു. എമിറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് കുറയുമ്പോ റെസിസ്റ്റർ R3 ഒഴുകുന്ന കറണ്ട് കുറഞ്ഞു. അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞു. അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ Q1നെ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന ആരാണ്? R3 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ അവിടുത്തെ റിവേഴ്സ് ബയാസിങ് കുറഞ്ഞു. റിവേഴ്സ് ബയാസിങ് കുറയുമ്പോ അത് വീണ്ടും Q1ന്റെ കണ്ടക്ഷൻ കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്യുക. Q1ന്റെ കണ്ടക്ഷൻ കൂടുമ്പോ വീണ്ടും അവിടുത്തെ വോൾട്ടേജ് എന്താവും? കുറയും. അപ്പൊ ആ ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് ആ ഒരു ആക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ Q2 കട്ട് ഓഫിലേക്ക് പോയി. അപ്പോഴത്തേക്കായിരിക്കും നമ്മളുടെ ആ ലോവർ ട്രിഗറിംഗ് ലെവൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കട്ട് ഓഫിലേക്ക് വന്നു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വോൾട്ടേജ്. അപ്പൊ എന്തായി? അത് ആ ഒരു കട്ട് ഓഫിലേക്ക് വരികയാണ്. പിന്നെ ആ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ആ ഒരു കട്ട് ഓഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ നന്നായിരുന്നു. നിങ്ങൾക്ക് എവിടെ തൊട്ടേ കിട്ടാത്തതെന്ന് പറയണേ. നമ്മള് ഇവിടെ നമുക്ക് 2 ട്രാൻസിസ്റ്റർ Q1 ഉം Q2. അപ്പൊ ഇതില് ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ Q1ന്റെയും Q2, ഞാൻ Q1 ഇതാണ് Q1, ഇത് Q1 ആണ്, ഇത് Q2 ആണ്.
Q1ന്റെയും Q2ന്റെയും നിങ്ങൾ നോക്കിയാൽ അറിയാം, രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട്, രണ്ടിന്റെ എമിറ്റർ യോജിപ്പിച്ചിട്ട് ഒരു കോമൺ റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റെസിസ്റ്റർ നേരെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത കണക്ഷൻ നമ്മള് ഇതാ സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. സപ്ലൈ വോൾട്ടേജ് എന്ന് ഒരു കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് സപ്ലൈ എപ്പം കൊടുത്തോ, ഇപ്പൊ സപ്ലൈ കൊടുത്തില്ല ആയിരിച്ചോ, സപ്ലൈ കൊടുത്താല് കറണ്ടിന് പോകാൻ ഒരു വഴി കിട്ടിയാൽ മതി. കറണ്ട് എന്തായാലും ഇവിടെ ട്രാൻസിസ്റ്റർ Q1ഉം ട്രാൻസിസ്റ്റർ Q2യിലൂടെ ഒന്നും പോകുന്നതിനെക്കാട്ടുപരി കറണ്ട് വേഗം ഇതിലൂടെ പോവാ, റെസിസ്റ്റർ വഴി ഇങ്ങനെ താഴോട്ട് പോയാ. അപ്പൊ നോക്കുമ്പോ ഈ പോകുന്ന വഴിക്ക് ഒരു കണക്ഷൻ ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് Q2ന്റെ ബേസിലോട്ട് കറണ്ട് പോവാണ്. വോൾട്ടേജ് ഡിവൈഡർ ആണ്. അതായത് ഇങ്ങനെ 3 റെസിസ്റ്റർ അങ്ങനെ പോവാണ്. അതിന്റെ ഇടയ്ക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും കൊടുത്തിട്ടുണ്ട് ബേസിലോട്ട്. ഞാനത് വൃത്തിയില് മാറ്റി വരയ്ക്കാം. ഈ ഒരു കണക്ഷൻ, ഒരു റെസിസ്റ്റർ, 2 റെസിസ്റ്റർ, 3 റെസിസ്റ്റർ, ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ വി സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇവിടുന്ന് ഒരു പോയിന്റ് എടുത്ത് വോൾട്ടേജ് ഡിവൈഡർ ആക്കിയിട്ട് എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സപ്ലൈ എപ്പം കൊടുത്താലും കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. അതിന്റെ ഇടയ്ക്ക് എനിക്ക് പോകാൻ വഴി ഉണ്ടെങ്കിൽ ഞാൻ കറണ്ട് ഇതിലൂടെയും പോകും. കറണ്ട് അങ്ങനെയല്ലേ, എപ്പോഴും ഏത് വഴിയാണോ ഈസി ആയിട്ടുള്ളത് ആ വഴി കൂടെ കറണ്ട് അങ്ങ് പോയിക്കോളും. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങള്? ഈ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, അത്രയൊക്കെയാണ്. ഓക്കെ. ഇനി അടുത്ത കാര്യം ഒന്ന് ആലോചിക്കാം. നമ്മൾ ബേസ് കൊടുക്കുന്ന കറണ്ട് ആണ് ആരെ തീരുമാനിക്കുന്നത്? എമിറ്ററിലൂടെ, എമിറ്ററിന് എത്ര കറണ്ട് വരണം, എന്നിട്ട് കളക്ടറിലേക്ക് എത്ര പോകണം എന്ന് തീരുമാനിക്കുന്നത്. ലൈക്ക് ടാപ്പ്, നമ്മൾ എപ്പോഴും ട്രാൻസിസ്റ്ററിനെ ടാപ്പ് ആയിട്ടാണ്, വെള്ളം ഇതാക്കുന്ന ടാപ്പ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് നിങ്ങൾ വെള്ളത്തിന്റെ ടാപ്പിന്റെ കൺട്രോളിംഗ് നോബ് ആണ് ആര്? നമ്മളുടെ ബേസ്. അപ്പൊ ആ കൺട്രോളിംഗ് നോബ് കൂടുതൽ തിരിക്കുമ്പോൾ കൂടുതൽ വെള്ളം പോവുമല്ലോ. കൂടുതൽ വെള്ളം പോകണമെങ്കിൽ ആ വെള്ളം എവിടുന്നാ വരിക? എമിറ്ററിനാണ് വരിക. അല്ലെങ്കിൽ എമിറ്റർ ടു കളക്ടർ വെള്ളം കൂടുതൽ പോകണമെങ്കിൽ ബേസ് തീരുമാനിക്കണം. ലൈക്ക് ആ ഒരു കോൺസെപ്റ്റും ഓർത്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്, ഞാൻ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കറിയാം ഏതൊരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു ബയാസിങ് വോൾട്ടേജ് കൊടുക്കണം, ചെറിയൊരു വോൾട്ടേജ് കൊടുക്കണം. ഞാൻ ആ വോൾട്ടേജ് കൊടുത്തു. അവിടെ VCC എന്ന് മാർക്ക് ചെയ്യാണ്. വി സപ്ലൈ ആണ്, VCC എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ വെള്ളത്തിന്റെ ടാങ്ക് ആണ് VCC. ആ ടാങ്ക് ഓപ്പൺ ചെയ്തു. വെള്ളം എവിടെ പോകാൻ ഏതാണോ പറ്റിയ വഴി ആ വഴി കൂടെ വെള്ളം പോകും. ലൈക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ ഇവിടെ ടാങ്ക് വെച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ ടാങ്ക് ആണ്. VCC എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ ടാപ്പും തുറന്നു വിട്ടു. അപ്പൊ വെള്ളം പോകുന്നത് ഏത് വഴിയാണോ ആ വഴി കൂടെ പോകാൻ പറ്റിയ വഴി ഏതാണോ ആ വഴി കൂടി ആയിരിക്കും പോവുക. ഇപ്പൊ നോക്കുമ്പോ ഈ വഴി കൂടി ഒന്നും പോകാൻ പറ്റൂല. കാരണം ട്രാൻസിസ്റ്ററിന്റെ അവിടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ വന്ന് ബേസ് കൺട്രോൾ ചെയ്താലേ ഉള്ളൂ എനിക്ക് ഇവിടെ താഴോട്ട് പോകാൻ പറ്റും. അതുപോലെ ഇങ്ങനെ നോക്കുകയാണെങ്കിലും എനിക്ക് പോകാനൊന്നും പറ്റൂല. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോ എനിക്ക് ഗ്രൗണ്ട്, ഹയർ പൊട്ടൻഷ്യൽ VCC ഉണ്ട്, ലോവർ പൊട്ടൻഷ്യൽ ഗ്രൗണ്ട് ഉണ്ട്. ഈ വഴി കൂടെ എന്റെ കറണ്ടിന് പോവാം. കറണ്ട് പോവുകയും ചെയ്യും, കാരണം ഗ്രൗണ്ടിലേക്കല്ലേ, കറണ്ട് അങ്ങ് പോയിക്കോളും. ആ പോകുമ്പോ നിങ്ങൾ നോക്കുക, ആ പോകുന്ന വഴിന്റെ ഇടയ്ക്ക് ഇവിടെ നിങ്ങോട്ട് എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, Q2ന്റെ ബേസിലോട്ട് ഒരു കണക്ഷനും പോയിട്ടുണ്ട്. സോ ഇപ്പൊ നമുക്ക് മനസ്സിലായി Q2ന്റെ ബേസിലോട്ട് ഒരു കറണ്ട് വന്നു. അതായത് ഒരാൾ പോയി ടാപ്പ് തിരിച്ചു എന്ന് ആലോചിച്ചാൽ മതി. ടാപ്പ് തിരിച്ചിന്റെ വെള്ളം ഒഴുകും. അതുപോലെ തന്നെ ഇപ്പം ബേസിലോട്ട് എന്ത് വന്നിട്ടുണ്ട്, ഒരു സിഗ്നൽ വന്നു. സോ ബേസിന്റെ അകത്ത് കൺട്രോളിങ് സിഗ്നൽ വന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ Q2 എന്ത് കണ്ടീഷനിലോട്ട് പോകും? സാച്ചുറേഷനിലേക്ക് പോകും. നമ്മൾ എന്താ പറയാ, ആംപ്ലിഫയറിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് പഠിച്ച ആക്റ്റീവ് റീജിയന്റെ കാര്യം പഠിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ബയാസ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു കണ്ടീഷനിൽ ഒന്നിക്കൽ ആക്റ്റീവിൽ അല്ലെങ്കിൽ സാച്ചുറേഷൻ അല്ലെങ്കിൽ കട്ട് ഓഫിൽ വർക്ക് ചെയ്യാനാണ്. അപ്പൊ ബേസിലോട്ട് ഒരു സിഗ്നൽ വന്നത് കൊണ്ട് തന്നെ നമ്മളുടെ Q2 ഇപ്പൊ എന്തിലേക്ക് പോയി കഴിഞ്ഞു?
സാച്ചുറേഷനിലേക്ക് പോയി കഴിഞ്ഞു. സാച്ചുറേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായി? ഇങ്ങനെ ഷോർട്ടായി. ഇപ്പൊ ഇതിന്റെ സപ്ലൈക്ക് കറണ്ടിന് എങ്ങനെ പോവാം? ഇതാ ഇങ്ങനെ വന്ന്, ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ലേ, ഈ വഴി കൂടെ വന്ന് കറണ്ട് പോവാനുള്ള വഴി നോക്കാണ്. ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിലേക്ക് പോവാം. ഇത്രയും ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. കണ്ടിന്യൂ ചെയ്തോട്ടെ? അപ്പൊ നിങ്ങൾ നോക്ക്, റെസിസ്റ്ററിലൂടെ R3 എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെ പോകുന്നുണ്ട് അല്ലെ. R3 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിലൂടെ പോകുമ്പോ അവിടെ എന്തായാലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ ആ വോൾട്ടേജ് നിങ്ങൾ നോക്ക്, എവിടേക്കാ കണക്ട് ചെയ്തിരിക്കുന്നത്? എമിറ്ററിലേക്കാണ്, Q1ന്റെ എമിറ്ററിലേക്ക്. Q1ന്റെ ബേസിൽ ഞാൻ വേറെ ആരെയും കൊടുത്തിട്ടില്ല, ഞാൻ ഒരു ഇൻപുട്ടും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. Q1ന്റെ ബേസിൽ ഞാൻ ഒരു സിഗ്നലും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ Q1ന്റെ എമിറ്ററിൽ ഒരു വോൾട്ടേജ് വന്നു. ആ വോൾട്ടേജ് നമ്മളുടെ Q1നെ കട്ട് ഓഫിൽ നിലനിർത്തും. കാരണം ബേസിലോട്ട് ഞാൻ ഒരു വോൾട്ടേജും കൊടുത്തിട്ടില്ല, പക്ഷെ എമിറ്ററിൽ ഇപ്പൊ ഒരു വോൾട്ടേജ് ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മളുടെ Q1 ഇപ്പൊ കട്ട് ഓഫിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് ഓഫിലാണുള്ളത്, ഇത് ഓണിലാണ് ഉള്ളത്. നമുക്കറിയാം ഓഫ് കണ്ടീഷനിൽ വരുമ്പോ കറണ്ട് പോവില്ല, ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതിന് അക്രോസ് വരും. ഞാനിപ്പോ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാ? VCC, വി സപ്ലൈ അല്ലേ, VCC ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ ആ വോൾട്ടേജ് കളക്ടറിൽ കാണിക്കും VCC. ഇവിടെ എന്തിലാണ്? ക്ലോസ് ഓൺ ആണ് VC സാച്ചുറേഷൻ. അതാണ് ഇവിടെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. കളക്ടറിന്റെ അവിടെ ഇതിങ്ങനെ കണ്ടിന്യൂഷൻ ആട്ടോ. കളക്ടറിന്റെ അവിടെ VC1ന്റെ അവിടെ VCCയില്, VC2ന്റെ അവിടെ VC സാച്ചുറേഷനിലും നിൽക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്നത്. കാരണം Q1 ഓഫിലും Q2 ഓൺ കണ്ടീഷനിലുമാണ്. ഓക്കെ, അപ്പൊ ഇത് ഓഫിലാകുമ്പോ ഇവിടെ VCC അല്ലേ ഉള്ളത്. ആ VCC നേരതാ ഒരു സോഴ്സ് ഉണ്ട്, ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകാനൊരു വഴിയും കിട്ടിയിട്ടുണ്ട്. ഈ VCCയുടെ അകത്ത് കറണ്ടിന് ഇങ്ങനെ പോകാനൊരു വഴിയും കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ടും പോവാം. അപ്പൊ ഈ VCC കാരണം ഒരു കറണ്ട് ബേസിലോട്ട് വന്നു. നോക്കാം, ഓൾറെഡി ഞാൻ സാച്ചുറേഷനിലാണ് നിൽക്കുന്നത് അല്ലെ, കണ്ടക്ഷൻ മോഡിൽ, ഫോർവേഡ് ബയാസ്ഡ് ആണ്, കണ്ടക്ഷൻ മോഡിലാണ് നിൽക്കുന്നത്. കുറച്ചും കൂടെ വോൾട്ടേജ് എന്റെ ബേസിലോട്ട് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എന്റെ ഫോർവേഡ് ബയാസിങ് നന്നായിട്ട് അങ്ങ് കൂടും. അതായത് നിങ്ങളുടെ ടാപ്പ് ഓൺ ചെയ്തിരിക്കുന്നത്, അതായത് ടാപ്പ് കൺട്രോളിംഗ് നോബ് നന്നായിട്ട് തുറന്നു എന്ന് കരുതുക. വെള്ളം ഇതിന്റെ പൈപ്പിന്റെ അവിടത്തെ പൈപ്പിന്റെ അവിടെ നോബ് നന്നായി തുറന്നു. അതിന് തുല്യല്ലേ ബേസിലേക്ക് കുറച്ചും കൂടെ കറണ്ട് വന്നു. കാരണം VCC അവിടെ ഉണ്ട്, VCC കാരണം ഒരു കറണ്ട് വന്നു. അപ്പൊ കുറച്ചും കൂടെ ഫോർവേഡ് ബയാസിങ് കൂടുമ്പോ അതിന്റെ കണ്ടക്ഷൻ കൂടി. അപ്പൊ Q2ന്റെ ഫോർവേഡ് ബയാസിങ് കൂടി. അതിന് കാരണം എന്താ വെച്ചാല് Q1 ഓഫ് ആയത് കൊണ്ടാണ് Q2ന്റെ ഫോർവേഡ് ബയാസിങ് കൂടിയത്. ഫോർവേഡ് ബയാസിങ് കൂടിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ കണ്ടക്ഷൻ ഒന്നും കൂടെ കൂടും. കണ്ടക്ഷൻ നല്ല സ്ട്രോങ് കണ്ടക്ഷൻ അങ്ങോട്ട് വരും. നല്ല കണ്ടക്ഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളുടെ കറണ്ട് ഫ്ലോ കൂടും. നമുക്ക് എന്താ പറയാ, നമ്മളെ മെറ്റൽസിൽ ഒന്നും കണ്ടക്ഷൻ കൂടി കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ഇലക്ട്രോണിക്സിൽ നമുക്ക് പറയാലോ, ഇലക്ട്രോണിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കണ്ടക്ഷൻ കൂടി എന്ന് പറയാലോ. അപ്പൊ ഇവിടെ കണ്ടക്ഷൻ കൂടുമ്പോ നേരത്തെ 5 ആംപിയർ ആണെങ്കിൽ ഇപ്പം 10 ആംപിയർ കറണ്ട് ആയിരിക്കും പോവുക. അസ്യൂം ചെയ്യാണ് 10 ആംപിയർ. അപ്പൊ നോക്ക്, ഇങ്ങനെ നേരത്തെ 5 ആംപിയർ പോയി, ഇപ്പം 10 ആംപിയർ പോയി. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും എന്തായി? കൂടി. വോൾട്ടേജ് ഡ്രോപ്പും ഇൻക്രീസ് ചെയ്തു. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും കൂടി അത് റിവേഴ്സ് ബയാസിങ് കൂടുമ്പോ
ഇത് വീണ്ടും സ്ട്രോങ് കട്ട് ഓഫിലായിരിക്കും Q1 നിൽക്കുക. അപ്പൊ Q1 കട്ട് ഓഫിലും Q2 സാച്ചുറേഷനിലായിരിക്കും ഉണ്ടാവുക. ഇത്രയും ഓക്കെ ആണോ? ഇപ്പൊ ഒന്നും ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ടില്ല. ഓക്കെ. ഇനി അടുത്തത് ഞാൻ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പൊ ഇതിത് ഇപ്പൊ എങ്ങനെയാണ് കിടക്കുന്നത്? ഇവിടെ Q1 ഓഫ് ആണ്, അപ്പൊ അത് VCCയിലായിരിക്കും നിൽക്കുന്നത്. Q2 കണ്ടക്ഷൻ ആണ്, V സാച്ചുറേഷനിലാണ് കൊടുക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇൻപുട്ടിൽ ഒരു AC സപ്ലൈ കൊടുക്കുകയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ മെല്ലെ കണ്ടോ 0 ഇങ്ങനെ കൂടി കൂടി വരികയാണ്. 0 കൂടി കൂടി വന്ന് ഏതൊരു വോൾട്ടേജ് ലെവൽ എത്തുമ്പോ മെല്ലെ കൂട്ടി കൂട്ടി വന്നിട്ട് ഏതോ ഒരു വോൾട്ടേജ് ലെവൽ എത്തുമ്പോ നമ്മളെ ഈ R3ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കാരണമാണല്ലോ റിവേഴ്സ് ബയാസ്, അതിനേക്കാൾ ഹയർ വോൾട്ടേജ്, അതായത് അവിടുത്തെ റിവേഴ്സ് ബയാസിങ്ങിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന അത്രയും വോൾട്ടേജ് ഇൻപുട്ടിൽ എത്തിക്കഴിഞ്ഞു എന്ന് കരുതുക. ഓക്കെ, അതായത് ഇൻപുട്ട് ഞാൻ മെല്ലെ മെല്ലെ കൂട്ടിക്കൊടുത്തു. ഒരു പോയിന്റ് എത്തിയപ്പോ റിവേഴ്സ് ബയാസ് ചെയ്യാൻ ഉള്ള വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞു. അപ്പൊ റിവേഴ്സ് ബയാസിങ്ങിനേക്കാൾ കൂടിയ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസിങ്ങിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവില്ല. അത് എന്തിലേക്കാ പോവുക? ഫോർവേഡ് ബയാസിങ്ങിലേക്കായിരിക്കും പോവുക. ദാറ്റ് ഈസ് Q1 എന്ത് തുടങ്ങും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. റിപ്പീറ്റ് ചെയ്യുന്നു, മെല്ലെ വോൾട്ടേജ് കൂട്ടാണ്. അപ്പോഴേക്ക് ഇത് റിവേഴ്സ് ബയാസിൽ തന്നെയാണ് കിടക്കുന്നത്. മെല്ലെ മെല്ലെ കൂട്ടി 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 വന്ന് ഏതോ ഒരു നിമിഷം എത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തു. അപ്പൊ Q1 കണ്ടക്ഷൻ തുടങ്ങും, അതായത് Q1 സാച്ചുറേഷൻ കണ്ടീഷനിലേക്ക് പോകും. ആ ഒരു വോൾട്ടേജിന്റെ ആ ലെവലിനെയാണ് നമ്മൾ അപ്പർ ട്രിഗറിംഗ് ലെവൽ എന്ന് പറയുന്നത്. അവിടെ കാണിച്ചിട്ടുണ്ടോ? അപ്പർ ട്രിഗറിംഗ് ലെവൽ അല്ലെങ്കിൽ അപ്പർ ട്രിഗറിംഗ് പോയിന്റ്, UTP എന്നൊക്കെയും പറയാറുണ്ട്. അപ്പർ ട്രിഗർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ആര് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തു? Q1 കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. Q1 കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. താഴോട്ടില്ല കേട്ടോ, ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് ഉണ്ടാവില്ല, കറണ്ട് ആണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അപ്പൊ ഉണ്ടാവുന്ന 0 അതായത് ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ 0 വോൾട്ടേജ് എന്ന് ഐഡിയലി ആണ്. തിയററ്റിക്കലി ചെറിയൊരു വോൾട്ടേജ് അല്ല, തിയററ്റിക്കലി ആണ് ശരിക്കും അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ VC സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. VC സാച്ചുറേഷനിലേക്ക് എത്തിക്കഴിയും. Q1 എന്റെ കളക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VC സാച്ചുറേഷനിലേക്ക് എത്തും. അതിന് കാരണം എന്താണ്? കണ്ടക്ഷൻ ആണ്. കണ്ടക്ട് ചെയ്യാനുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഉണ്ടാവില്ല, വോൾട്ടേജ് 0 എന്നാണ്. ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷന് I/R അല്ലേ? ഷോർട്ട് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് 0 അല്ലേ? I/0 0 എന്നാണ് നിങ്ങൾ തിയററ്റിക്കലി പഠിച്ചത്. പ്രാക്ടിക്കലി ചെറിയൊരു വാല്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? VC സാച്ചുറേഷൻ വന്നത്. അപ്പൊ വോൾട്ടേജ് അവിടെ കുറഞ്ഞു, വോൾട്ടേജ് കുറയാണ്. അപ്പൊ ആ വോൾട്ടേജ് നമ്മൾ എങ്ങോട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്? Q2ലേക്ക് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ത്രൂ ദ റെസിസ്റ്റർ R2 വഴി കപ്പിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണുന്നുണ്ടാവും വോൾട്ടേജ് കുറഞ്ഞു. ആ വോൾട്ടേജ് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ നമ്മള് കപ്പിൾ ചെയ്തു. ആ കപ്പിൾ ചെയ്തപ്പോ വോൾട്ടേജ് കുറഞ്ഞത് കൊണ്ട് തന്നെ കറണ്ടും കുറയും. അതായത് നേരത്തെ VCC ആയിരുന്നുള്ളത്, ഇപ്പം വോൾട്ടേജ് കുറഞ്ഞു, VC സാച്ചുറേഷൻ ആയി. അതുകൊണ്ട് തന്നെ അവിടെ കൊടുക്കുന്ന കറണ്ടും കുറഞ്ഞു. ആ കറണ്ട് എങ്ങോട്ടാണ് കുഞ്ഞു കറണ്ട് വരുന്നത്? Q2ന്റെ ബേസിലോട്ട്.
അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പൈപ്പ് പൂട്ടുകയാണെന്ന് കരുതുക. അതുപോലെയല്ലേ ഇപ്പൊ നമ്മള് പൈപ്പ് പൂട്ടുന്ന അവസ്ഥ പോലെ തന്നെയല്ലേ ബേസിന്റെ അവിടേക്കുള്ള കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറയുമ്പോ അതിന്റെ ഫോർവേഡ് ബയാസിങ് എങ്ങനെയാവും? അതും കുറയും. ഫോർവേഡ് ബയാസിങ് കുറയുമ്പോ അതിന്റെ എമിറ്റർ കറണ്ടും കുറയും. കാരണം ഇവിടുത്തെ ഫോർവേഡ് ബയാസിങ് ആണ്. ഫോർവേഡ് ബയാസിങ് കുറഞ്ഞു. ഫോർവേഡ് ബയാസിങ് കുറഞ്ഞാല് എമിറ്ററിലൂടെ ഒഴുകുന്ന എമിറ്റർ കറണ്ടിന്റെ ഐ എന്നാണ് കാണിക്കുന്നത്. ആ കറണ്ട് കുറഞ്ഞു. ആ കറണ്ട് എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? ഇങ്ങനെ ഇങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എമിറ്ററിലെ കറണ്ടിന് പോകാൻ വേറെ വഴിയില്ലല്ലോ. അപ്പൊ അവിടുത്തെ കറണ്ട് കുറയുമ്പോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും കുറയല്ലോ. കറണ്ട് കുറഞ്ഞാല് V/IR, വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞു. ഈ വോൾട്ടേജ് ഡ്രോപ്പ് കാരണമാണല്ലോ നമ്മളുടെ ട്രാൻസിസ്റ്റർ Q1 റിവേഴ്സ് ബയാസിങ് വന്നത്. അപ്പൊ അവിടുത്തെ റിവേഴ്സ് ബയാസിങ് എന്തായി? കുറഞ്ഞു. ഓക്കെ ആണോ? റിവേഴ്സ് ബയാസ് കുറഞ്ഞാല് ആ ട്രാൻസിസ്റ്റർ നന്നായി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടുത്തെ Q1 നന്നായി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. വീണ്ടും Q1 വോൾട്ടേജ് കുറയും. അപ്പൊ Q1 നന്നായി കണ്ടക്ട് ചെയ്തു. Q2 എങ്ങോട്ട് പോകും? കട്ട് ഓഫിലേക്ക് പോകും. ഇത് അപ് ടു എത്ര വരെ നടക്കുവെച്ചാല് നമ്മളുടെ Q1 ഡ്രിവൺ ഇൻടു സാച്ചുറേഷനിലേക്ക് എത്തുന്ന വരെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഇത് ക്യുമുലേറ്റീവ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒറ്റയടിക്ക് VC സാച്ചുറേഷനിലേക്ക് എല്ലാം എത്തുന്നത് കുറഞ്ഞു എന്നെ ഉദ്ദേശിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ ആയിട്ടാണ് VC സാച്ചുറേഷനിലേക്ക് പോയി എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും ഓക്കെ ആണോ? അല്ലെങ്കിൽ എവിടം വരെ കിട്ടിയെന്നെങ്കിലും പറയാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ. ഇപ്പൊ നമ്മള് പോസിറ്റീവ് ഹാഫ് സൈക്കിള് അപ്പർ ട്രിഗർ ലെവൽ ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിക്കുന്ന കേട്ടോ. അപ്പർ ട്രിഗർ ലെവൽ എത്തിയപ്പോഴുള്ള പ്രോസസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ പറഞ്ഞ അപ്പർ ട്രിഗർ ലെവലിൽ എത്തിക്കഴിഞ്ഞു. ആ ഒരു സംഭവം ആ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രോസസ് നടന്നുകൊണ്ടിരുന്നിട്ട് Q1 എന്തിലേക്ക് പോയി? സാച്ചുറേഷനിലും Q2 കട്ട് ഓഫിലേക്കും പോയി. അപ്പൊ ആണ് നിങ്ങളുടെ ഈ ഒരു കാണുന്നത്. Q1 സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞു, കാരണം കണ്ടക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞു. Q2 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ആ ഒരു വോൾട്ടേജിൽ എത്തി. ഈ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളെ ഇൻപുട്ട് വോൾട്ടേജ് ഇതാ കൂടി മാക്സിമം എത്തി. പിന്നെ അത് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വന്ന് ലോവർ ട്രിഗർ ലെവലിൽ എത്തും. ലോവർ ട്രിഗർ ലെവലിൽ എത്തുമ്പോ കുറയാണ്. ലോവർ ട്രിഗർ ലെവലിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഈ R3 അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക. റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് ഇത്രയും സമയം വരെ അപ് ടു ലോവർ ട്രിഗർ ലെവൽ വരെ ഏത് വോൾട്ടേജ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്? എന്റെ ഇൻപുട്ട് വോൾട്ടേജ് ആയിരുന്നു. ആ ഒരു പോയിന്റിൽ എത്തിയപ്പോ എന്റെ ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതൽ ആരായിട്ട് മാറിയിട്ടുണ്ട്? എന്റെ R3 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ആ സമയത്ത് R3 അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ Q1 എന്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു? കട്ട് ഓഫിലേക്ക് മാറ്റും. കാരണം റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ നേരെ എങ്ങോട്ട് പോകും? അവിടുത്തെ വോൾട്ടേജ് VCCയിലേക്ക് പോകും. VCCയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ VCC ഇതാ നിങ്ങളുടെ Q1 അക്രോസ് എന്ത് ആയി കഴിഞ്ഞു? VCC ആയി കഴിഞ്ഞു. ആ വോൾട്ടേജ് നേരെ എങ്ങോട്ടാ കപ്പിൾ ചെയ്തിരിക്കുന്നത്? Q2 ബേസിലോട്ട്. അതായത് Q2 ബേസിലോട്ട് നല്ലൊരു വോൾട്ടേജ് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കറണ്ട് എത്തിക്കഴിഞ്ഞു. Q2 എന്ത് ചെയ്യും? ട്രിഗർ ചെയ്തു, അല്ലെങ്കിൽ Q2 സാച്ചുറേഷനിലേക്ക് പോയി. ആ സമയത്ത് Q2 സാച്ചുറേഷനിലേക്ക് പോയാൽ Q2 കണ്ടക്ട് ചെയ്യേ Q1 കട്ട് ഓഫിലും ആയിരിക്കും ഉണ്ടാവുക. ഇത്ര ഓക്കെ ആണോ?
സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ഒറ്റ ആലോചിച്ചാൽ മതി. എന്താ പറയാ, ആദ്യം ഒരു വോൾട്ടേജ് എടുത്തു, Q2 കണ്ടക്ട് ചെയ്തു. Q2 കണ്ടക്ട് ചെയ്തു, നമ്മൾ സപ്ലൈ ഒന്ന് കൊടുത്ത്, സപ്ലൈ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ആണ് കൊടുത്ത്, Q2 കണ്ടക്ഷൻ ആയിരിക്കും, മറ്റേത് കട്ട് ഓഫിലായിരിക്കും. പിന്നെ സപ്ലൈ കൊടുത്ത് ആ വോൾട്ടേജ് റിവേഴ്സ് ബയാസിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ Q1 കണ്ടക്ട് ചെയ്യും, Q2 കട്ട് ഓഫിലേക്കും പോകും. പിന്നെ വോൾട്ടേജ് നിങ്ങൾ കാണാം, AC സൈക്കിൾ വോൾട്ടേജ് കൂടി കുറഞ്ഞ് നെഗറ്റീവിലേക്ക് പോവുകയാണ്. ആ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താ പറയാ, നെഗറ്റീവ് വോൾട്ടേജ് അല്ലെ, റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ Q1 കട്ട് ഓഫിലേക്കും Q2 സാച്ചുറേഷനിലേക്കും പോകും. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ഇവിടെ കിട്ടുവാണ് ചെയ്യുന്നത്. രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കേസിൽ പോലെ അല്ലെ, ബൈസ്റ്റേബിൾ നമ്മൾ ട്രിഗർ പൾസ് നമ്മൾ കൊടുത്തതായിരുന്നു. നമ്മൾ എപ്പം പൾസ് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരുന്നു രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് കിട്ടിയത്. ഇവിടെ നമ്മൾ ട്രിഗർ പൾസ് ഒന്നും കൊടുത്തിട്ടില്ല, ഇൻപുട്ട് പൾസിന്റെ ആ വേരിയേഷൻ അനുസരിച്ച് സ്റ്റേബിൾ സ്റ്റേറ്റ് മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഹലോ മിസ്സേ, ഹലോ. ഓക്കെ പറഞ്ഞോളൂ. മിസ്സേ, ഇതില് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് VCC അല്ല ശരിക്കും കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനല്ലേ? VCC അല്ല കൺട്രോൾ ചെയ്യുന്നത്, ഇൻപുട്ട് ആണ്. അല്ല, VCCനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഇൻപുട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കുന്നു. ഇൻപുട്ടിന്റെ വേരിയേഷൻ അനുസരിച്ച് ഇത് ട്രിഗർ ചെയ്യുന്നത് മാറും, അതായത് ഇതിന്റെ ഓണും ഓഫും മാറും. അല്ല, സ്ക്വയർ വേവില് VCC ആണല്ലോ, അതായത് മാക്സിമത്തിലും പിന്നെ താഴോട്ടും വരുന്നത്, ആ സ്ക്വയർ വേവ് പോലെ വരുന്നത് VCC ആണല്ലോ വരുന്നത് അല്ലെ? അല്ലല്ല, VCC ആകെ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങില് Q2നെ കട്ട് ഓഫിലും അല്ല Q1നെ കട്ട് ഓഫിലും Q2നെ സാച്ചുറേഷനിൽ നിർത്തിച്ചു. ഓക്കെ, ആ സാച്ചുറേഷനിൽ നിർത്തി. പിന്നെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോ ഈ VCC കാരണം നമ്മൾ Q2 സാച്ചുറേഷനിലാണല്ലോ. അപ്പൊ Q2 സാച്ചുറേഷനിലാകുമ്പോ R3 നെക്രോസ് എന്തായാലും എമിറ്റർ കറണ്ട് കാരണം R3 നെക്രോസിന് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി. അത് കാരണമാണ് ആര് കട്ട് ഓഫിലാവുന്നത്, Q1 കട്ട് ഓഫിലാവുന്നത്. അത് നോർമൽ കണ്ടീഷനിലാണ്. നമ്മൾ ഇപ്പൊ ഈ ഒരു നോർമൽ കണ്ടീഷനിൽ അങ്ങനെയാണ്. നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ എന്ത് മാറുന്നുള്ളൂ, ഇതിന്റെ സ്റ്റേറ്റുകൾ മാറുന്നുള്ളൂ. രണ്ട് സ്റ്റേറ്റിലോട്ട് മാറുന്നത് നിങ്ങൾ നോക്കുക. ഇൻപുട്ടിന്റെ ഈ വേരിയേഷനെ കണ്ടോ, ഇൻപുട്ട് മെല്ലതാവുന്നതിനനുസരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഒരു സ്റ്റേറ്റ് വരുന്നത്. കണ്ടോ, ഇവിടെ എത്തുമ്പോഴാണ് ഒരു സ്റ്റേറ്റിലേക്ക് ആവുന്നത്. ഇവിടെ ലോവർ ലെവൽ എത്തുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റേറ്റിലോട്ട് മാറ്റി. അതായത് ഇൻപുട്ടിന്റെ വേരിയേഷൻ അനുസരിച്ചാണ് സ്റ്റേറ്റുകൾ മാറുന്നത്, അല്ലാതെ സപ്ലൈക്ക് അനുസരിച്ചല്ല. എനിക്ക് ഈ ത്രഷോൾഡ് ലെവൽ ഇവിടേക്ക് മാറ്റാൻ പറ്റുവാണെങ്കിൽ, ഇവിടേക്ക് ആക്കാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് എന്റെ എന്ത് മാറി, ഈ സ്റ്റേബിൾ സ്റ്റേറ്റ് മാറുന്നില്ലേ? അങ്ങനെയാണ് വരുന്നത്. മറ്റേനകത്താണെങ്കിൽ നമ്മൾ ബൈസ്റ്റേബിൾ ആണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കായിരുന്നു, ഒരു ട്രിഗറിങ് പൾസ്. ഞാൻ എപ്പോഴാണോ പൾസ് കൊടുക്കുന്നത്, നിങ്ങൾ അതിന്റെ ഇത് ഏതൊരു ക്ലാസ്സിൽ ഞാൻ അതിന്റെ LED കത്തുന്ന ഒരു ഇതിട്ടുണ്ടായിരുന്നു. അതിൽ എപ്പോഴാണോ അത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു അസ്റ്റേബിൾ ആണ്. നമ്മളിത് ട്രിഗറിങ് പൾസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ബൈസ്റ്റേബിൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ട്രിഗറിങ് പൾസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്മിത്ത് ട്രിഗർ നോർമലി യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് അനലോഗ് സിഗ്നലിനെയും ഡിജിറ്റൽ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനൊരു AC വേവ് ഫോം ആണ് കിട്ടുന്നത്, പക്ഷെ എനിക്ക് ഔട്ട്പുട്ടിൽ എന്താണ്, ഡിജിറ്റൽ ആണുള്ളത്. ഇപ്പൊ VC2 എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്, 1 0 1 0 ഇങ്ങനെയാണ്. ഇവിടെ നോക്കുമ്പോൾ 0 1 0 ഈ രീതിയിലാണ്. അതായത് ഏതൊരു ടൈപ്പ് അനലോഗ് സിഗ്നലിനെയും ഡിജിറ്റൽ രൂപത്തിലേക്ക് ആക്കാൻ, അല്ലെ ബൈനറി രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്മിത്ത് ട്രിഗർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഓരോ പ്രോസസ്, അത് നടക്കുമ്പോ ഇത് നടക്കുന്നു, അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും കേട്ടോ. നോട്ടും കൂടെ ഒന്ന് വായിച്ചു നോക്കാം.
ഞാൻ എടുക്കുന്നത് 555 IC ടൈമർ ആണ്. ഇത് ലാഗ് ചെയ്യാൻ കാരണം ഓപ്പാമ്പിലെ കമ്പാരറ്റർ, ഓപ്പാമ്പ് എടുത്താൽ മാത്രമേ ഇതിലേക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ലാഗ് ചെയ്തത്. അപ്പൊ IC ആണ്, ഒരു IC ചിപ്പാണ്. അതിന്റെ ഒരു പിൻ ഡയഗ്രം കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളിലത്തെ കണക്ഷൻസും ആണ് കാണിച്ചിരിക്കുന്നത്. IC ഇത് ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു IC പ്ലസ് കുറച്ച് എക്സ്റ്റേണലി നമ്മൾ കുറച്ച് റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ 555 IC ടൈമറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ ഒരു IC പ്ലസ് എക്സ്റ്റേണലി നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടെ ആഡ് ചെയ്താൽ ഡിഫറെന്റ് ഫോം ഓഫ് സർക്യൂട്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പൊ ഇതിന് 8 പിന്നാണ് ഉണ്ടാവുക. അപ്പൊ 1ഉം 8ഉം VCC ആണ് വരുന്നത്. ഇനി ഈ ഒരു സർക്യൂട്ടാണ് ഞാൻ അതിന്റെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആവുമല്ലോ വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇതിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതില് പിൻ നമ്പർ ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. 8, 1, 5, 4, 7 ഒക്കെ പിൻ നമ്പർ ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ICന്റെ അകത്ത് 2 കമ്പാരറ്ററും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പും പിന്നെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് പിന്നെ ഒരു ഔട്ട്പുട്ട് ബഫർ എന്ന ഔട്ട്പുട്ട് ആണ്, പിന്നെ ഒരു ട്രാൻസിസ്റ്ററും ആണ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജും ഒരു ട്രാൻസിസ്റ്ററും ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ ഇതിനെന്താ 555 IC എന്ന് വിളിക്കാൻ കാരണം തോന്നുന്നുണ്ടോ? ചിത്രത്തില് 5 കിലോ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയിട്ട് 5 കിലോ ഓമിന്റെ റെസിസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 555 എന്ന് വിളിക്കുന്നത്. 555 ടൈമർ IC എന്ന് വിളിക്കുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. 5 കിലോ റെസിസ്റ്റർ 3 കൊടുത്തോണ്ടാണ്. ഇനി ഇതിനകത്ത് ആദ്യം പറയുന്നത് ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ കമ്പാരറ്ററിലേക്കാണ്. അതായത് ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആണ് 2 റെഫറൻസ് വോൾട്ടേജ് ലെവലുകൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. ആ സർക്യൂട്ടിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ, ഗ്രൗണ്ട് തൊട്ട് ഇവിടം വരെ VCC ആണെങ്കിൽ 3 എണ്ണല്ലേ ഉണ്ടാവുക. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്രയായിരിക്കും? 1/3 VCC. ഇവിടെ തൊട്ട് ഇവിടം വരെ 2/3 VCC. അങ്ങനെ 2 റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാക്കുന്നുണ്ട്. ആ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? റെഫറൻസ് വോൾട്ടേജ് 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, ഡൗട്ട് ഉണ്ടേ ചോദിക്കാം. അതായത് ഇപ്പൊ ഒന്നും നോക്കണ്ട, ഇവിടെ തൊട്ട് ഇവിടം വരെ 15 വോൾട്ട് ആണെങ്കിൽ എല്ലാം 5 കിലോ റെസിസ്റ്റർ അല്ലേ, എല്ലാത്തിനും അക്രോസും എത്രയായിരിക്കും ഉണ്ടാവുക? 5 വോൾട്ട് 30 കൊടുക്കുക, അപ്പൊ നമുക്ക് വേഗം കിട്ടും. ഇവിടെ തൊട്ട് ഇവിടം വരെ ഞാനിപ്പോ 30 വോൾട്ട് ആണെങ്കിൽ എല്ലാ റെസിസ്റ്ററിന്റെ അക്രോസ് 10 വോൾട്ട് ആയിരിക്കും. 10, 10, 10. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് എത്രയാ? 10 എന്ന് പറഞ്ഞാൽ എന്താ? 1/3 ഇൻറ്റു 30 അല്ലേ? അതായത് 1/3 VCC ആണ് ഇവിടം വരെ കിട്ടുക. ഇനി ഇവിടെ തൊട്ട് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ 20 അല്ലേ? 20 എന്ന് പറഞ്ഞാൽ എന്താ? 2/3 ഇൻറ്റു 30 അല്ലേ? 20. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ 2 റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കമ്പാരറ്റർ നമ്മൾ 2 അനലോഗ് ഇൻപുട്ട് വോൾട്ടേജിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളതാണ് തൊട്ട് മുമ്പ് നമ്മൾ കമ്പാരറ്റർ എന്താ ചെയ്യുന്നത്? റെഫറൻസ് വോൾട്ടേജും ഇവിടെ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് ഏതാണോ ഹയർ വോൾട്ടേജ് അതിനെ ആംപ്ലിഫൈ ചെയ്യും. അതായത് ഞാൻ ഇവിടെ 5 വോൾട്ടും ഇവിടെ 10 വോൾട്ടും ആണെങ്കിൽ ഹയർ ഏതാ? 10 ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്നത് എനിക്ക് നോൺ ഇൻവേർട്ടിംഗ് ആയിട്ടായിരിക്കും ആംപ്ലിഫൈ ചെയ്ത് കിട്ടുക. അതേപോലെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
രണ്ട് സിഗ്നലിനെ കമ്പയർ ചെയ്യുന്നു. അതായത് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് കേൾക്കുക. പോസിറ്റീവ് അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് ഹയർ എങ്കിൽ, റിപ്പീറ്റ് ചെയ്യുന്നു, നെഗറ്റീവ് അതായത് ഇൻവേർട്ടിംഗ്, ഞാൻ നെഗറ്റീവ് എന്ന് പറയാണ്, നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിന്റെ വോൾട്ടേജിനേക്കാൾ ഹയർ ആണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എങ്കിൽ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതായത് ഞാൻ കമ്പാരറ്റർ ഇവിടെ വരയ്ക്കാണ് തൽക്കാലം. ഇത് പ്ലസും ഇത് മൈനസും. അപ്പൊ ഇങ്ങനെയാണ് ഔട്ട്പുട്ട്. ഞാൻ ഇവിടെ 5 വോൾട്ടും ഇവിടെ 10 വോൾട്ടും കൊടുത്തു. അപ്പൊ ഏതിലാ ഹൈ ഉള്ളത്? നോൺ ഇൻവേർട്ടിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലാണ് ഹൈ ഉള്ളത്. അപ്പം കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി അടുത്തത് പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവിൽ 5 നെഗറ്റീവിൽ 10 വോൾട്ട് ആണ് ഉള്ളത്. ഇപ്പൊ ഏതിലാ കൂടുതൽ ഉള്ളത്? ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഉള്ളത്. ആ സമയത്ത് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? ഈ 2 പോയിന്റ് ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ബാക്കി പറഞ്ഞാൽ കിട്ടില്ല, അതുകൊണ്ടാണ്. ആരെന്താ ഒന്നും പറയാത്ത? ഓക്കെ, ഇനി ഒന്നാമത്തെ കമ്പാരറ്റർ നോക്കുക. ഒന്ന് മാർക്ക് ചെയ്യാം, 1 2. ഒന്നാമത്തെ കമ്പാരറ്ററിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് 2/3 VCC കൊടുത്തിരിക്കുന്നത്. അതായത് റഫറൻസ് വോൾട്ടേജ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കമ്പാരറ്ററിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. അതിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനല് ത്രെഷോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പിന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻവേർട്ടിംഗ് ടെർമിനല് കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു ടെർമിനലിലേക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ കണക്ഷൻ നോക്കുക. ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തിരിക്കുന്നത് 2 സ്ഥലങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ഒന്ന് 2/3 VCCയിലേക്കും കൊടുത്തിട്ടുണ്ട്, ഒന്ന് കൺട്രോൾ വോൾട്ടേജിലേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ത്രെഷോൾഡ് പിന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ സെക്കൻഡ് കമ്പാരറ്ററിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് റഫറൻസ് വോൾട്ടേജിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ ട്രിഗറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും മാറിപ്പോയത്. കമ്പാരറ്റർ 1ന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് റഫറൻസ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. കമ്പാരറ്റർ 2ന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് റഫറൻസ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങള് ഓക്കെ ആണോ? എന്തെങ്കിലും ഒന്ന് പറയൂ. നിങ്ങള് മനസ്സിലാവായിട്ടാണെങ്കിൽ അതെങ്കിലും ഒന്ന് പറഞ്ഞേ. കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്നാല് ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കാം. പിന്നെ അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ത്രെഷോൾഡ് വോൾട്ടേജ്, അതിന്റെ കൂടെ ഫ്ലിപ്പ് ഫ്ലോപ്പും കൂടെ പറയാട്ടോ, എന്നിട്ട് പറഞ്ഞുതരാം. ഇനി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ട് സ്റ്റേറ്റും ആണുള്ളത്. ഈ 2 ഇൻപുട്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ Rഉം Sഉം ആണ്. സെറ്റ് ആൻഡ് റീസെറ്റ് എന്നാണ് പറയുന്നത്.
ഈ ഇൻപുട്ട് ആരാ കൊടുക്കുന്നത്? കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നമ്മൾ അതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയാ. എസ് ആറ്, അതിന് രണ്ട് ഔട്ട്പുട്ട് ക്യൂവും ക്യൂ ബാറും. S0 R 1 ആണെങ്കിൽ Q0 S1 Q0 ആണെങ്കിൽ Q1. ക്യൂന്റെ കോംപ്ലിമെന്റ് ബാർ ആണ് ഉദ്ദേശിക്കുന്നത്, ക്യൂ ബാർ. അപ്പൊ ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഇത് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും ആണ്. എനിക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഉണ്ടാവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ. ഇപ്പം തൽക്കാലം ഇതിന് ഇനിയും ഉണ്ട് കണ്ടീഷൻസ്, നമുക്ക് വേണ്ട കണ്ടീഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അതായത് സെറ്റ് എന്ന ഇൻപുട്ടില് ഒരു പൾസ്, 0 പൾസ്, അതായത് ലോ പൾസ് വരികയാണെങ്കിൽ ലോ പൾസ്, റീസെറ്റ് പിന്നിൽ ഹൈ പൾസ്, അതായത് ഇവിടെ 0 ഇവിടെ 1. 0 1 എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാട്ടോ? നമ്മളെ സിഗ്നൽ റെഫറൻസ് വരികയാണെങ്കിൽ ഇവിടെ 0 ആണ്, 0 1 ഇങ്ങനെയല്ലേ. അതേ സമയത്ത് ഇവിടെ 1 എന്ന് പറയുമ്പോ ഇവിടെ ഹൈയും ഇവിടെ ലോ അങ്ങനെ. അപ്പൊ ഇവിടെ 1 അല്ലേ വരുന്നത്, ഇവിടെ 0. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എസില് 0യും ആറില് 1ഉം വരികയാണെങ്കിൽ ക്യൂല് 0 ആയിരിക്കും. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 0യും 1 അല്ലേ ഉള്ളൂ, അതിന്റെ കോംപ്ലിമെന്റ് 1 ആയിരിക്കും. അതായത് ഇവിടെ 0യും ഇവിടെ 1ഉം വരികയാണെങ്കിൽ, 0യും 1ഉം വരികയാണെങ്കിൽ എസില് 0 ആറില് 1. അപ്പൊ ഇവിടെ 1 ക്യൂ ബാറില്, ഇവിടെ 0 ക്യൂ ബാറില് 1. ഇങ്ങനെയായിരിക്കും വരിക. അതാണ് ഞാൻ എഴുതിയത്. സെറ്റില് 0യും ആറില് 1ഉം വരുവാണെങ്കിൽ ക്യൂ 0യും ക്യൂ ബാർ എന്ന് പറയുമ്പോൾ 1ഉം ആയിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ, ഇവിടെ എസില് 1ഉം ആറില് 0യും വരികയാണെങ്കിൽ ക്യൂവില് 1ഉം, ക്യൂ ബാർ എന്ന് പറയുമ്പോ ഇതിന്റെ കോംപ്ലിമെന്റ് ഇവിടെ 0 ആയിരിക്കും വരിക. ഇതും ആലോചിച്ച് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് സെറ്റിൽ എപ്പം 1 വന്നോ അപ്പോഴായിരിക്കും ക്യൂല് 1 വരിക. സെറ്റില് 0 ആണെങ്കിൽ ക്യൂല് 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലേക്ക് വരുന്നത്. എസിൽ ഏതാണോ അതായിരിക്കും എവിടെ വരിക, ക്യൂല് വരിക. ക്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്യൂ ബാറിൽ വരിക. ലൈക്ക് ഇവിടെ 0 വന്നാല് ഇവിടെ 0, അപ്പൊ ഇവിടെ 1. ഇവിടെ 1 വന്നാല് ഇവിടെ അപ്പം 1 ആവും, ഇവിടെ അപ്പം എന്താവും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് 0 ആവും. അങ്ങനെ ഓർത്ത് വെക്കുക. അല്ലാതെ അതിന്റെ ട്രൂത്ത് ടേബിൾ ആലോചിച്ച് നിങ്ങൾ വെക്കണ്ട. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കണ്ടീഷനിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ റീസെറ്റ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക്. കാരണം നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മറ്റ് ഇൻപുട്ട്, നമുക്കിപ്പോ എന്താ പറയാ, ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ആണ്. കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത് ത്രെഷോൾഡ് സിഗ്നലും ട്രിഗർ സിഗ്നലും ആയിരിക്കും. അതെന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് 2/3 VCC ആണ്. ലൈക്ക് 2/3 VCC എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ 10 വോൾട്ട് ആണ് അല്ലെ, 20 വോൾട്ട്. ഇവിടെ അപ്പൊ വന്നിരിക്കുന്നത് 10 വോൾട്ട്. അപ്പൊ ഞാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു 30 വോൾട്ടേജ് ആണ്. 30 ഒന്നും ഉണ്ടാവില്ല കേട്ടോ, മാക്സിമം അത് 15 വോൾട്ട് വരെയൊക്കെയാണ്. 30 വോൾട്ട് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഏതായിരിക്കും ഉണ്ടാവുക, ലോജിക് 1 ആയിരിക്കും ഉണ്ടാവുക. കാരണം പോസിറ്റീവ് ടെർമിനലിലാണ് ഹയർ വോൾട്ടേജ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു. ഇനി ഞാൻ ഇവിടെ 20 വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെന്ന് കരുതുക ട്രിഗർ സിഗ്നലില്. അപ്പൊ ട്രിഗറിൽ 20ഉം 1/3 VCC എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പൊ കൂടുതൽ 20 ആണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് കുറഞ്ഞതുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വരും, 0 വന്നു. അപ്പൊ 1ഉം 0ഉം വന്നു. 1ഉം 0യും വന്നാൽ ക്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ക്യൂ ബാർ എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും ഉണ്ടാവുക, 1 ആയിരിക്കും ഉണ്ടാവുക. ആ ഔട്ട്പുട്ടിനെയാണ് ഞാൻ പുറത്തോട്ട് എടുക്കുന്നത്. ക്ലിയർ ആണോ ഈ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ
ഇങ്ങനെ ഇത് നമ്മൾ രണ്ട് സ്റ്റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് എനിക്ക് ഈ ഒരു സിസ്റ്റത്തിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു എക്സ്റ്റേണൽ സിഗ്നൽ കൊടുക്കും. എക്സ്റ്റേണൽ സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ട്രിഗർ അല്ലെങ്കിൽ ത്രെഷോൾഡ് സിഗ്നലിനെ ഓവർറൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി ഒരു വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ എനിക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് റീസെറ്റ് പിന്ന് കൊടുക്കുന്നത്. പിന്നെ ഈ ഡിസ്ചാർജ് പിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ചാർജ് അതായത് ഇവിടെ 1 വരികയാണെങ്കിൽ നേരെ അത് ഡിസ്ചാർജ് ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാനാണ്. എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? എവിടെ കിട്ടാത്തതെന്നൊന്ന് പറയാം. ഈ കമ്പാരറ്റർ വെച്ചിട്ട് പറയാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 30 വോൾട്ടേജ് ആണ്, VCC 30 ആണ്. അങ്ങനെയാകുമ്പോ ഇവിടെ 10, ഇവിടെ 20 വോൾട്ടേജ് വന്നു. ഇനി ഞാൻ ത്രെഷോൾഡിൽ ഇപ്പൊ 20നേക്കാൾ കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുകയാണ്, 10 വോൾട്ടേജ് കൊടുക്കുകയാണ്. ഞാൻ ഇത് കൊടുക്കുന്നത് ത്രെഷോൾഡിൽ ഞാൻ 10 വോൾട്ടേജ് കൊടുക്കുകയാണ്. 10 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഹയർ വോൾട്ടേജ് ഉള്ളത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. കാരണം 20 ആണ് എവിടെ ഉള്ളത്, ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ളത്. ഇൻവേർട്ടിംഗ് ടെർമിനൽ ആ ഒരു പിക്ചറും കൂടെ ഞാൻ ഇവിടെ വരയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പോസിറ്റീവില് 10ഉം നെഗറ്റീവില് 5ഉം വന്നാല് 1 ആയിരിക്കും കിട്ടുക. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവില് 5ഉം നെഗറ്റീവില് 10ഉം വന്നാല് 0 ആയിരിക്കും വരിക. അതാലോചിക്കാം. ഹയർ പോസിറ്റീവ് ടെർമിനലിൽ ഹയർ വോൾട്ടേജ് വന്നാൽ 1, പോസിറ്റീവ് ടെർമിനലിൽ ലോവർ വോൾട്ടേജ് വന്നാൽ 0. അപ്പൊ ഇവിടെ നോക്കുമ്പോ പോസിറ്റീവ് ടെർമിനലിലാണ് ഹയർ വോൾട്ടേജ് ഉള്ളത്. അപ്പൊ ഇവിടെ എത്ര വരും? പോസിറ്റീവ് ടെർമിനലിൽ ലോവർ വോൾട്ടേജ് ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക, ഈ ഒരു കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. കാരണം പോസിറ്റീവില് ചെറിയ വോൾട്ടേജ് ആണ്, അതുകൊണ്ട് ഇവിടെ 0 വന്നു. ഞാൻ ഇവിടെ ഇപ്പൊ 10 ആണുള്ളത്, ഇവിടെ 10 ആണുള്ളത്, 10 വോൾട്ട് ആണുള്ളത്. ഞാൻ ഇവിടെ ഒരു 20 വോൾട്ടേജ് കൊടുത്തെന്ന് കരുതാം. അപ്പൊ ഇവിടെ എനിക്കുള്ളത് നെഗറ്റീവ് ടെർമിനലിലാണ് വരുന്നത്. നെഗറ്റീവ് ടെർമിനലിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വോൾട്ടേജ് നെഗറ്റീവ് ടെർമിനലിലാണ്. അപ്പൊ നെഗറ്റീവ് ടെർമിനൽ വന്നാൽ ഇവിടെ 0 0 വരും. അപ്പൊ ആറിലും എസിലും 0 ആണ് വരുന്നത്. ആറിലും എസിലും 0 വന്നിട്ടുണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് അവിടെ ഇതിന് തൊട്ട് മുമ്പത്തെ കണ്ടീഷൻ എന്തോ അതായിരിക്കും വരിക. അതായത് ഈ ഒരു സിഗ്നൽ വരുന്നതിന് മുമ്പായിട്ട് ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ എന്താണോ കണ്ടീഷൻ ഉണ്ടായിരുന്നത് അതായിരിക്കും ക്യൂല് വരിക. അല്ലെങ്കിൽ ഇവിടെ മാറ്റിത്തരാം. ഇവിടെ ഞാൻ 5 വോൾട്ട് ആണ്, ഇവിടെ ഞാൻ 5 വോൾട്ട് ആണ് കൊടുക്കുന്നതെന്ന് കരുതാം. ഇവിടെ 5 വോൾട്ട് കൊടുത്തപ്പം പ്ലസ് VCCയിലാണ് ഹയർ വോൾട്ടേജ് ഉള്ളത്. പ്ലസ് VCCയിൽ ഹയർ വോൾട്ടേജ് വന്നാൽ പോസിറ്റീവിൽ ഹയർ വോൾട്ടേജ് വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ എത്ര വന്നു? 1 വന്നു. ആറിൽ 0യും എസിൽ 1ഉം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ ക്യൂല് 1 ആയിരിക്കും വരിക. ക്യൂല് 1 വന്നിട്ടുണ്ടെങ്കിൽ ക്യൂ ബാറിൽ 0 ആയിരിക്കും വരിക. അപ്പൊ എന്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഇപ്പൊ ലോജിക്കലി ലോയിലായിരിക്കും നിൽക്കുക. അതായത് ഈ ഒരു ലോജിക്കലി ലോയിലായിരിക്കും നിൽക്കുക. ഈ സമയത്ത് നമ്മളുടെ ഈ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നത് 0 അല്ലെങ്കിൽ ലോ സിഗ്നൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ കണ്ടീഷനിലായിരിക്കും, ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജിങ് നടക്കില്ല. ഇനി റീസെറ്റ് പിൻ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും എന്റെ സിസ്റ്റം റീസെറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇങ്ങനെ ത്രെഷോൾഡ് അല്ലെങ്കിൽ ട്രിഗർ ലെവൽ ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതല്ലാതെ എനിക്ക് എന്റെ സിസ്റ്റം റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ത്രെഷോൾഡിനേക്കാളും ട്രിഗർ വോൾട്ടേജിനേക്കാളും ഹയർ വോൾട്ടേജ് അതിനൊക്കെ ഓവർറൈഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഞാൻ റീസെറ്റ് പിന്നിൽ കൊടുത്താൽ മാത്രമേ അത് റീസെറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഈ കൺട്രോൾ പിന്ന് കൊടുക്കുന്നത് എനിക്ക് ഈ പ്ലസ് 2/3 VCCനെ മാറ്റണം, അല്ലെങ്കിൽ 2/3 VCCനേക്കാളും ഹയർ വോൾട്ടേജ് എനിക്ക് റെഫറൻസ് കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ വോൾട്ടേജ് കൊടുക്കുന്നത്. 2/3 VCCനേക്കാളും അല്ലെങ്കിൽ ആ വോൾട്ടേജിനെ വേരി ചെയ്യണമെങ്കിലാണ് ഞാൻ അവിടെ ആ കൺട്രോൾ വോൾട്ടേജ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിന്റെ പിൻ ഡയഗ്രം വെച്ച് പറയുന്നത് നിങ്ങൾ ഇത് വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ.
ഈ സംഭവമാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അത് IC പിന്നിന്റെ അകത്ത് ആ ഒരു പിക്ചർ വരച്ചാണ്. അപ്പൊ ഞാനത് പുറത്തോട്ട് വരച്ചിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇത്രയും കാര്യമോ? ഇത് ബുദ്ധിമുട്ടുണ്ടോ? അത് കുറച്ച് കിളി പോയോ? കുറച്ചധികം പോയിടും. സ്മിത്ത് ട്രിഗർ ആണെങ്കിലും ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരിക. ഇതിൽ കമ്പാരക്ടർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരക്ടറിന്റെ സിഗ്നൽ വരുന്നതിനനുസരിച്ച് പറയുകയാണ് ചെയ്യാം. അത് കുഴപ്പമില്ല. കമ്പാരറ്ററിന്റെ വെച്ചിട്ടുള്ള സംഭവമൊക്കെ മനസ്സിലായി, ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നടക്കണത് മനസ്സിലായി. പക്ഷെ അത് പ്രാക്ടിക്കലി നമ്മൾ എന്തൊക്കെ ഓക്കെ, അതാണ് ഡൗട്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ഇവിടെ അതായത് ക്യൂബാറിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ലോഡ് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എന്താക്കും? കറണ്ടിന് ഒന്നിക്കൽ സോഴ്സ് ആയിട്ടോ ഒരു സിങ്ക് ആയിട്ടോ, ഒന്നിക്കൽ കറണ്ട് സോഴ്സിന് ഒന്നിക്കൽ സോഴ്സ് ചെയ്യും അല്ലെങ്കിൽ സിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ ഇവിടെ ഞാൻ അതായത് ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ ട്രിഗർ പൾസിലേക്കും ത്രെഷോൾഡ് സിഗ്നലിലേക്കും, ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ 2 പിന്നുകളുണ്ട്. ആ പിന്നിലേക്ക് ഞാൻ റെസിസ്റ്റർ കപ്പാസിറ്റർ വെച്ചിട്ട് ലൈക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ത്രെഷോൾഡ് ട്രിഗർ ഇൻപുട്ട്. ഇതിലേക്ക് ഞാൻ കൊടുക്കുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിന് അനുസരിച്ചിരിക്കും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ക്ലിയർ ആണോ? അതായത് ഈ പ്രൈമർ IC എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഔട്ട്പുട്ട് തരുന്നത് എന്നാണ് ഈ ഒരു സർക്യൂട്ട് വെച്ച് പഠിച്ചത്. ഇനി ഏത് ടൈപ്പ് ഔട്ട്പുട്ട് എന്നത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഈ ത്രെഷോൾഡിലും ട്രിഗർ എന്ന് പറയുന്ന പിന്നിലും അതുപോലെ കൺട്രോൾ വോൾട്ടേജ് ഇവിടെ 3 കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് കിട്ടാന്ന് പഠിച്ചു. അപ്പൊ ഈ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ എന്തായിരിക്കും? എക്സ്റ്റേണലി റെസിസ്റ്ററോ കപ്പാസിറ്ററോ വെച്ചിട്ടായിരിക്കും. ഇവിടെ മോണോസ്റ്റേബിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ ത്രെഷോൾഡിലോട്ട് ഒരു R1 C1 കോമ്പിനേഷനിലാണ് കൊടുക്കുന്നത്. ട്രിഗർ പൾസിലേക്ക് R2 പിന്നെ ഒരു പുഷ് ബട്ടൺ ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ചിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ഈ IC എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഇന്റേണൽ ഡയഗ്രം അതിന്റെ ഓരോ പിന്നുകൾ, ആ പിന്നുകൾ എങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യുന്നു, അതിന്റെ വർക്കിംഗ് എന്താണെന്നാണ് പഠിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു സർക്യൂട്ട് ആയിട്ടല്ല പഠിച്ചിരിക്കുന്നത്. ആ ICയുടെ ഉള്ളിൽ എന്തുണ്ടാവും, അതിന്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊടുക്കുന്ന ത്രെഷോൾഡ് ആൻഡ് ട്രിഗറിനനുസരിച്ചിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ കുറച്ചെങ്കിലും എത്തിയിട്ടുണ്ടോ അല്ലെ കംപ്ലീറ്റ് പോയ അവസ്ഥയാണോ? നോട്ട് വായിച്ചു നോക്കിയോ? ഓപ്പാമ്പിന്റെ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. നാളെ നിങ്ങൾക്ക് എക്സാം ആണ്. എക്സാം കഴിഞ്ഞിട്ട് പ്ലീസ് മാർക്ക് അറ്റൻഡൻസ്. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇതാക്കാം. അതുപോലെ അല്ലെങ്കിൽ എക്സാമിന്റെ മുന്നേ വേണോ? എക്സാമിന് മുന്നേ ആയിരുന്നു നല്ലത്. പക്ഷെ അത് ഇത് ചെയ്യാൻ പോയാൽ പിന്നെ എക്സാമിന് ടൈം ഉണ്ടാവില്ല. നാളെ നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടോ? ഫസ്റ്റ് 6:30 അഖില ക്ലാസ് ഉണ്ടോ? നിങ്ങൾക്ക് നാളെ വേറെ ക്ലാസ് ഇല്ലെങ്കിൽ 6:30 എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് 7:30 അവസാനിപ്പിക്കുക. 7:30 ശേഷം അല്ല 7 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് 8 മണിക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് 8 മണി തൊട്ട് 9 മണി ആ സമയം വരെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ആരെങ്കിലും നാളെ ചൊവ്വാഴ്ച അല്ലേ? നാളെ ഇല്ല, നാളെ മിസ്സിന്റെ ക്ലാസ് തന്നെ ഉള്ളൂ. നാളെ എന്റെ ക്ലാസ് ഉള്ളൂ.
അതെ അതെ ജെ പി സാർ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നാളെ 7 മണിക്കായിരിക്കും എക്സാം ഉണ്ടാവുക. ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 7 മണിക്ക്. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ. അതിലെ അറ്റൻഡൻസ് 20 സ്റ്റുഡൻസ് നീ ലിങ്ക് അയച്ചു കൊടുക്കില്ല, അല്ലെ ഞാൻ മാർക്ക് ലിങ്ക് ചെയ്യണോ? ലിങ്ക് ഞാനിപ്പോൾ അയക്കാം. ഞാൻ ക്ലാസ് കേൾക്കാണ്ട് ഞാൻ ജനറേറ്റ് ചെയ്യാൻ പോയില്ല. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ലൈനിലേക്ക് ഞാൻ ലിങ്ക് ഇപ്പോൾ ജനറേറ്റ് ചെയ്തിടാം. ഇങ്ങനെ ക്ലാസ്സിലേക്ക് അതിനായിട്ട് പോകാൻ നിന്നില്ല. ഹലോ 20 സ്റ്റുഡൻസ് ആണ്, അതിൽ കൂടുതൽ കാണരുത്. ഓക്കെ ഓക്കെ മാഡം, ഞാനിപ്പോൾ തന്നെ ലിങ്ക് ഇടാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആക്കാം. തേർഡ് മോഡ്യൂൾ നോട്ട് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്റെ ഡൗട്ട്സ് ഒക്കെ എന്നെ നാളത്തെ ചോദിക്കാൻ കണ്ടെത്തിക്കോളാണ്. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ് മാഡം. എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആയിട്ട് പിന്നെ ഇടയ്ക്ക് ഇറങ്ങി പോകാൻ നിന്നില്ല. ഇത് ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിച്ചേ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. അവിടെ നെറ്റ് ഭയങ്കര സ്പീഡായിട്ട് ഓടി പിടിച്ച് കിട്ടുന്നുണ്ട്.